ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഒരു വ്ളോഗാണ് കേട്ടോ. രാവിലത്തെ ഒരു കാഴ്ചയായിട്ടോ ഇത്. 7 മണിയായിട്ടുള്ള ഈ സമയത്ത് നല്ല മഞ്ഞാണ്. ഞങ്ങളുടെ ബാക്ക് പാടമാണ്, അവിടെ നല്ല മഞ്ഞാണ്. അപ്പോൾ ഈ കാഴ്ച കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി, അതുകൊണ്ട് വീഡിയോ എടുത്ത് ഷെയർ ചെയ്തു മാത്രം. പിന്നെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് നോക്കി നമ്മുടെ കോഴികളൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അവർ പുറത്തേക്ക് ചാടാൻ റെഡി ആയിട്ടിരിക്കണേ, പക്ഷെ ഞാൻ തുറന്നൊന്നുമില്ല. അത് കഴിഞ്ഞ് നമ്മുടെ കോഴിക്കോട്ടിലോട്ട് 2 അതിഥികൾ വന്നിട്ടുണ്ട് കേട്ടോ. സിൽക്കി എന്നാണ് ഇതിൻ്റെ പേര്, അറിയാമെന്ന് തോന്നുന്നു. കാലുമേ ഒക്കെ ഇങ്ങനെ നല്ല പൂടകളുണ്ടാവും. അതിൻ്റെ സിൽക്കി എന്നാണ്. 2 കോഴികളാണ്. ഇവരെ അഴിച്ചുവിടില്ലേ, അപ്പോൾ ഇവർ ഇന്നലെ വന്നിട്ടുള്ളൂ. അപ്പോൾ അവരെ നമ്മുടെ വീടുമായിട്ട് പരിചയപ്പെടണമല്ലോ. അപ്പോൾ രാവിലത്തെ ഫുഡെന്ന് പറഞ്ഞാൽ പിള്ളേർ പറഞ്ഞു അവർക്ക് മുതിരയും അതുപോലെ പപ്പടം ചെറുതായിട്ട് എരിഞ്ഞിട്ട് വറുത്തത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് കാലത്ത് അവർക്ക് ഇന്ന് ചായക്ക് പലഹാരമൊന്നും ആയിരുന്നില്ല, ഇന്ന് ചോറായിരുന്നു. എല്ലാ ദിവസവും പലഹാരമാണ് ഉണ്ടാവാറ്. അപ്പോൾ ഇന്ന് ചോറ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഫുഡൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് സ്കൂളിൽ പോയി കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞാൻ മുരിങ്ങ, നമ്മുടെ വീട്ടിൽ മുരിങ്ങ ഉണ്ടായിരുന്നു. കുറച്ചധികം മുരിങ്ങ കിട്ടിയായിരുന്നു. അപ്പോൾ അത് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സാമ്പാറും അവിയലൊക്കെ വയ്ക്കാം. പിന്നെ കുറച്ചൊക്കെ മൂത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു തോരൻ വെച്ചു. അതിൻ്റെ കാമ്പ് ചെത്തിയെടുത്തിട്ട് നമ്മൾ കാബേജൊക്കെ തോരൻ വയ്ക്കുന്ന പോലെ വയ്ക്കാം. വലിയ കുഴപ്പമില്ല. ഞാനൊരു 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ പൂരത്തിന് അവരുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ അന്ന് കിട്ടിയൊരു തോരനായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ കഴിച്ചപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അത് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് ഈ മുരിങ്ങയുടെ കാമ്പ് ഇങ്ങനെ എടുത്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത്ര വലിയ കുഴപ്പമില്ല. അത് എക്സ്ട്രാ ഓർഡിനറി ഭയങ്കര ടേസ്റ്റാണെന്നും പറയാനില്ല. പക്ഷെ കുഴപ്പമില്ല. ചിലർക്ക് മുരിങ്ങയുടെ ടേസ്റ്റ് പിടിക്കാത്തവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. അപ്പോൾ കുറേ മുരിങ്ങ കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ കുറച്ച് എരിശ്ശേരിയും അതുപോലെ ഈ മുരിങ്ങയുടെ തോരനും പിന്നെ ഒരു ചെറിയ മാന്തൾ വറുത്തതൊക്കെ ആയിരുന്നു ഇന്നത്തെ ഉച്ചയിലത്തെ ലഞ്ച്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ച കഴിഞ്ഞ് കുട്ടികൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞ് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അവർ ഭയങ്കര ബഹളവും ഭയങ്കര കളിയൊക്കെയാണ്. ഇവരിടയ്ക്കിടയ്ക്ക് നോക്കിയില്ലെങ്കിൽ ഇവർ എന്തൊക്കെ ഒപ്പിക്കുന്നു പറയാൻ പറ്റില്ല. അതുപോലെ വികൃതിയുള്ള കുട്ടികളാണ്. എല്ലാ വീട്ടിലത്തെ കുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെ. പിള്ളേർക്ക് വികൃതി ഇല്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാമല്ലോ, അവർ പിള്ളേരെന്ന് വിളിക്കില്ലല്ലോ അല്ലേ. അവിടെ അറ്റത്തെന്ന് പറയുമ്പോൾ നമ്മൾ റോഡ് സൈഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് കയറിട്ടാട്ടോ നമ്മുടെ വീട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ കുറച്ച് മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അപ്പച്ചനും അമ്മയൊക്കെ അവിടെ വർത്താനൊക്കെ പറഞ്ഞ് അവർ ചെടികളും അതൊക്കെ നനച്ചും അവരവിടെ അങ്ങനെ അവരുടെ ബിസിയിലാണ്. അതുപോലെ പിള്ളേർ ഇവരുടെ കളികളിലാണ്. ഞാനിവിടെ വൈകുന്നേരത്തിൻ്റെ ഫുഡിൻ്റെ പരിപാടികളിലാണ്. അങ്ങനെ ഈവനിങ് ആയി. വൈകുന്നേരത്തെ ഫുഡും വെച്ച് കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു വികൃതിയായിരുന്നു. കളയാൻ പോയൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് അവനവൻ്റെ കാറുകളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ചെയ്ത പരിപാടിയായിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. കൊള്ളാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗുഡ് നൈറ്റ്.